ഹലോ കൂട്ടുകാരെ, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടറായിട്ടും അതുപോലെ ഒരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ സവാള, ക്യാപ്സിക്കം, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം വളരെ കുനുകുനാന്ന് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു മസാല ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞെടുക്കുന്ന സംഭവങ്ങളെല്ലാം വളരെ നൈസായിട്ട് വളരെ ചെറിയ പീസുകളായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ആഡ് ചെയ്യുന്ന സംഭവങ്ങൾ വലിയ പീസുകളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, സവാള അരിഞ്ഞത് ഇതെല്ലാം പൊടിയായിട്ട് തന്നെ അരിയണം കേട്ടോ. അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴന്ന് സവാളയൊക്കെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഒത്തിരി മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അത് നമുക്കിങ്ങനെ സവാള ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഒരു രീതിയിൽ ഒന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടി നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ നിന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അതിലേക്ക് തരിപ്പായിട്ട് ചതച്ചെടുത്തിട്ടുള്ള കുരുമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. അതും നമ്മുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഉപ്പാണ്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ആ പൊടികളൊന്ന് ചില്ലി ഫ്ലേക്സും അതുപോലെ കുരുമുളകും ഒക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതെല്ലാം നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അതെല്ലാം നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം, കട്ട് ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ ചേഞ്ച് ആയി വരും കേട്ടോ. ആഡ് ചെയ്യുന്നതൊക്കെ സെയിം സംഭവം തന്നെ, പക്ഷെ നമ്മൾ അതിൻ്റെ ആ ഒരു വലുപ്പമൊക്കെ കൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ഒരു മസാലയുടെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കേ വേണ്ടൂ. ഒത്തിരി വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ക്യാപ്സിക്കം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അതവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ മസാല റെഡിയായി. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ പിസ്സ സീസണിങ് അല്ലെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ഈ ഒരു സ്നാക്കിന്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ കുറച്ചുകൂടി കൂടുതൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ അതിലേക്ക് ഒരു ലേശം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറേശ്ശെ വെള്ളമൊഴിച്ച് ഇളക്കി കൊടുത്ത് കട്ടയൊന്നുമില്ലാതെ നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒത്തിരി വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് ബാറ്റർ ഒത്തിരി ലൂസാക്കി എടുക്കാൻ പാടില്ല കേട്ടോ. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ബാറ്റർ ഇരിക്കാനായിട്ട്. ഒത്തിരി ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കോട്ടിങ് കറക്റ്റായിട്ട് കിട്ടില്ല. ഇനി നമുക്ക് വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ്. അപ്പോൾ നമുക്ക് എന്തോരം സ്നാക്ക് ഉണ്ടാക്കണം എന്നുള്ളതിനനുസരിച്ചിട്ട് പുഴുങ്ങിയ മുട്ട എടുക്കാം. ഞാനിപ്പോൾ ഒരു പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഒരെണ്ണം എടുത്തതാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് മുമ്പ് കുറച്ച് ഒരു 2-3 ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ ടേസ്റ്റി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മുട്ട എടുത്തത്. അപ്പോൾ അത് 4 പീസാക്കിയിട്ട് നീളനെ കട്ട് ചെയ്തെടുത്തു. ഇനി ഒരു ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം എണ്ണ നല്ല കറക്റ്റ് ചൂടായെന്ന് അറിയാൻ വേണ്ടി കുറച്ച് മാവ് തൈല ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് മുകളിലേക്ക് പൊങ്ങി വരുന്നെങ്കിൽ ചൂട് കറക്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ പീസ് ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് അതിനെ മുട്ടയെ കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് പതിയെ ആ സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഈ മുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടു, നന്നായിട്ട് തന്നെ ആ ഒരു മുട്ടയെ നമുക്ക് ആ ഒരു ബാറ്റർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. അങ്ങനെ നല്ല കോട്ടിങ്ങോട് കൂടിയിട്ട് നമുക്ക് ആ സ്പൂൺ വെച്ചിട്ട് തന്നെ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ആ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കോട്ടിങ് കുറച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ചിലപ്പോൾ പെട്ടെന്ന് എണ്ണ ഇങ്ങനെ പൊട്ടിത്തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് നീങ്ങി നിന്ന് കുറച്ച് നീളമുള്ള കയ്യിലൊക്കെ വെച്ചിട്ട് നമ്മളിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നന്നായിട്ട് കോട്ടിങ് ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് കുക്കായി കഴിയുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്നും കോരി ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത്. ഇതിനൊരു ബജ്ജിയുടെയൊക്കെ ഒരു വെറൈറ്റി രൂപം എന്ന് പറയാം. ഇനി ഇത് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു മസാല ഇട്ടിട്ട് അതിന് മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു മുട്ടയുടെ സ്നാക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മസാലയും കൂട്ടി വേണം നമ്മൾ ഈ ഒരു മുട്ടയുടെ സ്നാക്ക് കഴിക്കാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ. നല്ല ഒരു എന്താ പറയുക, ആ ഒരു എരിവും
മുട്ടയുടെ ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ല കിടിലൻ റെസിപ്പിയാണ്. പുറമേ ഒരു ചെറിയൊരു ക്രിസ്പിനെസ്സും ഉള്ളിൽ ആ ഒരു മുട്ടയുടെ സോഫ്റ്റ്നെസ്സും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. കൂടെ ആ മസാലയും കൂടി വരുമ്പോൾ പൊള്ളിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ എഗ് പെപ്പർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മസാലയും കൂട്ടി ഈ ഒരു എഗ്ഗ് കഴിക്കാൻ കിടിലൻ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമുക്ക് ഈ ഒരു മസാല വെച്ചിട്ട് തന്നെ മറ്റൊരു എഗ് റെസിപ്പി കൂടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു മസാല ഇങ്ങനെ കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതി കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത്, നമ്മൾ സാധാരണ ഇപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടി ചെയ്ത പോലെ തന്നെ മസാല തയ്യാറാക്കിയെടുക്കുക. എന്നിട്ട് ആ മസാലയിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയുടെ ഉണ്ണി മാത്രം ചേർത്ത് നന്നായി ഒന്ന് ഉടച്ചെടുക്കുക. ആ ഒരു മസാലയുമായിട്ട് കൂട്ടി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മസാല ബാക്കി ഉണ്ടായിരുന്നതിൽ ഈ ഒരു ഉണ്ണി, പുഴുങ്ങിയ മുട്ടയുടെ ഉണ്ണി ചേർത്തിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒത്തിരി എരിവ് ഇഷ്ടമില്ലാത്തവർക്കും അതുപോലെ ആ ഒരു മസാല ആ ഒരു സ്നാക്കിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്കും ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് അടിപൊളി തന്നെയാണ്. എന്നിട്ട് നമ്മൾ ആ മിക്സിലെ ആ മസാലയും ആ മുട്ടയുടെ മഞ്ഞയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതെന്ന് ഒരു ചെറിയ ഉരുള പോലെ ഉണ്ടാക്കി നമ്മുടെ പുഴുങ്ങിയ മുട്ടയുടെ ആ വെള്ളയില്ലേ അതിൻ്റെ ആ ഹോളിലേക്ക് വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ വേറെ ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ സോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുകളിൽ കുറച്ച് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു മുട്ടയുടെ മഞ്ഞ ആ ഒരു മസാലയിൽ മിക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒത്തിരി എരിവ് അങ്ങോട്ട് തോന്നില്ല. എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഫ്രൈ ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന രീതിയിലുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എനിക്കും അതുപോലെ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.